മംഗല്യേ നിൻ പദാബ്ജം മനതളിരിൽ നിനച്ചെന്നുമേ കൈതൊഴാം ഞാൻ തുംഗശ്രീയേരിടും നിൻ വചന സരസിജം കാണുമാറാകണം മേ സംഘം നിൻ ഭക്തരോടായി വരണമതിനഹോ നീ കടാക്ഷിച്ചിടേണം ഭംഗ്യാ വന്നെന്റെ മുമ്പേ ഭഗവതി വിലസീടെപ്പോഴും സാനുകമ്പേ ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാലവന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ പ്രഭാഷണ വേദിയിലേക്ക്, യജ്ഞവേദിയിലേക്ക് എല്ലാ സജ്ജനങ്ങൾ സുസ്വാഗതം. നവമസ്കന്ധം 50-ാമത്തെ അധ്യായത്തില് ദുർഗാദേവിയുടെ പൂജാവിധികളെയാണ് പറയണത്. കോണം ഷഡ്ചക്രോപരിയായിരിക്കുന്ന ഷഡ്ചക്ര ഉപരിയിൽ വസിക്കുന്ന ദേവിയെ എപ്രകാരം പൂജിക്കണം എന്നുള്ള പൂജാക്രമങ്ങളൊക്കെയാണ് ഇപ്പം നമ്മൾ ഭഗവതി സേവ മുതലായിട്ടുള്ള ദേവി, അതേമാതിരി ചാമുണ്ഡി ഹോമം, ഇങ്ങനെ പലതും ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ചെയ്യേണ്ട പൂജാവിധികളൊക്കെയാണ്. അപ്പോൾ ആ വിധികളൊക്കെ എവിടെയാണ് പറഞ്ഞിരിക്കണമെന്ന് വെച്ചാൽ ഇതാ ദേവി ഭാഗവതത്തിൽ അതൊക്കെ വളരെ ദീർഘമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ദേവിയെയും ദേവിയുടെ ഉപാസനാമൂർത്തികളെയും ദേവിയുടെ ആയുധങ്ങളെയും ദേവിയുടെ വാഹനത്തെയും അങ്ങനെ ദേവിയുടെ അംശാവതാരങ്ങളെയും ഒക്കെ എവിടെ കണ്ട് എപ്രകാരം പൂജിക്കണം, എങ്ങനെ കാണണം, എങ്ങനെ പൂജിക്കണം എന്നുള്ളതിനെയെല്ലാം അവിടെ ദീർഘമായിട്ട് പറയുന്ന ഭാഗങ്ങളാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഓരോരോ ഭാഗത്താരെ പൂജിക്കണം, ദിക്പാലകന്മാരെ പൂജിക്കണം, ക്ഷേത്രപാലകന്മാരെ പൂജിക്കണം, അതേമാതിരി ഗണേശനെ പൂജിക്കണം, ദേവിയുടെ സന്തോഷത്തിനായിട്ട് വിവിധ രാജോപചാരങ്ങൾ നൽകണം എന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. അതേമാതിരി തന്നെ ജപിക്കേണ്ട സ്തോത്രങ്ങൾ അവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ പറഞ്ഞ പ്രകാരത്തിന് ദിനം എല്ലാ ദിവസവും ദേവിയെ ആരാധിച്ച് സന്തോഷിപ്പിക്കുന്നവർക്ക് ധർമാർത്ഥ മോക്ഷങ്ങളുടെ ധർമാർത്ഥ കാമമോക്ഷങ്ങളെ ചതുർബല പുരുഷാർത്ഥങ്ങളും അവർ നേടും എന്നാണ് പറയണത്. ഇങ്ങനെ ഞാൻ ദുർഗാദേവിയുടെ പൂജാവിധി പറഞ്ഞു കഴിഞ്ഞു. ഹരിബ്രഹ്മ പ്രമുഖന്മാരായ എല്ലാ ദേവന്മാരും അതുപോലെ മനുക്കളും മുനിമാരും യോഗിമാരും ആശ്രമികളും ലക്ഷ്മ്യാദി ദേവിമാരും എല്ലാം പരമേശ്വരിയായ ഈ ദുർഗാദേവിയെ ധ്യാനിക്കുന്നുണ്ട്. ദുർഗയുടെ സ്മരണയുണ്ടായാൽ അതാണ് ജന്മസാഫല്യം. 14 മനുക്കളും അവളുടെ ചരണപങ്കജ ധ്യാനം കൊണ്ടാണ് മനുത്വം നേടിയിട്ടുള്ളത്. അതുപോലെയാണ് ദേവന്മാർ തന്താങ്ങളുടെ സ്ഥാനങ്ങൾ നേടിയത്. ഇന്ദ്രനായാലും യമനായാലും വായു ആയാലും വരുണനായാലും എല്ലാവരും, ധർമ്മനായാലും എല്ലാവരും എന്ന് പറയാണ്. പഞ്ചപ്രകൃതികളുടെയും അവരുടെ അംശഭൂതരായ ദേവിമാരുടെയും എല്ലാം രഹസ്യത്തിലും രഹസ്യമായ കഥ ഞാനിത് അങ്ങേക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞു. ഇത് നിത്യവും കേൾക്കുന്ന മനുഷ്യന് 4 പുരുഷാർത്ഥങ്ങളും ലഭിക്കുമെന്നുള്ളതിൽ സംശയമില്ല. പുത്രനില്ലാത്തവന് പുത്രനുണ്ടാകും, വിദ്യ ഇല്ലാത്തവന് വിദ്യ ലഭിക്കും. ഏതെല്ലാം ആഗ്രഹങ്ങളോടുകൂടിയാണോ കേൾക്കുന്നത് ആ ആഗ്രഹങ്ങളൊക്കെ സഫലമാകും. നവരാത്രി കാലത്ത് ദേവിയുടെ മുമ്പിൽ വെച്ച് ശ്രദ്ധാലുവായി ഇതിനെ ചൊല്ലിയാൽ ദേവി സന്തുഷ്ടയാകും. മുടങ്ങാതെ ഒരു അധ്യായം ദിവസം തോറും പാരായണം ചെയ്യുന്നവന് ദേവി വശിയായി തീരും. കുമാരികളുടെ കൈകൊണ്ടോ ബ്രഹ്മചാരിയുടെ കൈകൊണ്ടോ യഥാവിധി ഗ്രന്ഥം പകർത്ത് നിത്യവുമുള്ള ശുഭാശുഭങ്ങളെയും പരീക്ഷിക്കാം. മനസ്സിൽ എന്തൊക്കെയാണോ ആഗ്രഹിക്കുന്നതിനെ ദൃഢമായി സങ്കല്പിച്ചുകൊണ്ട് ഗ്രന്ഥപൂജ ചെയ്യണം. പിന്നെ ജഗദീശ്വരിയായ ദേവിയെ വീണ്ടും പ്രാർത്ഥിക്കണം. ഒരു കന്യകയെ യഥാവിധി അർച്ചിച്ചിട്ട് സ്വർണനിർമ്മിതമായ ഒരു ശലാക ആ ഗ്രന്ഥത്തിനുള്ളിൽ അവൾക്ക് സമർപ്പണം ചെയ്യണം. അതിനിപ്പോൾ ഒന്നും കഴിഞ്ഞില്ലെങ്കിൽ എന്തെങ്കിലും ദക്ഷിണ വെച്ചിട്ട് ദേവീഭാഗവതം പട്ടുകൊണ്ട് പൊതിഞ്ഞ് ഒരു ദക്ഷിണയോട് കൂടിയിട്ട്
വെറ്റിലടയ്ക്ക ദക്ഷിണയോടുകൂടി നമുക്ക് കഴിയാവുന്ന ദക്ഷിണയോടുകൂടി ദാനം ചെയ്താൽ തന്നെ അശ്വമേധയാഗമൊക്കെ ചെയ്തതിന്റെ ഫലം കിട്ടുന്നൊക്കെയാണ് പറയണത്. അപ്പോൾ അതാണ് ഇവിടെ വിവരിച്ചത്. അങ്ങനെ ആ ദുർഗാദേവിയുടെ പൂജാവിധികൾ, അതിനു മുമ്പതായി അധ്യായത്തിൽ രാധാദേവിയുടെ പൂജാവിധികൾ, ഈ രണ്ട് പൂജാവിധികളും നാരദൻ പറഞ്ഞതനുസരിച്ചിട്ട് പറഞ്ഞു കൊടുക്കുന്നതോടുകൂടി ഈ 50-ാമത്തെ അധ്യായവും ഇതോടുകൂടി 9ാം സ്കന്ധവും ദേവി ഭാഗവതത്തിലെ അവസാനിക്കുകയാണ്. ഇനി നമ്മൾ നാളെ മുതൽ 10ാം സ്കന്ധത്തിലേക്കാണ് കടക്കുന്നത്. എല്ലാവർക്കും ദേവിയുടെ പരിപൂർണ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദേവിയുടെ പാദങ്ങളിൽ 9ാം സ്കന്ധം സമർപ്പിക്കുന്നു. ശ്രീ മഹാദേവ്യൈ നമഃ.